അല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്രൈം ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓടുന്ന വണ്ടിയിൽ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നൊക്കെ കോടതി വളരെ കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞല്ലോ. 6 പ്രതികളെ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഈ കുറ്റം ഈ ബി സന്ധിയും മഞ്ജു വാര്യരും ഒക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അനുബന്ധ കുറ്റപത്രത്തിൽ അനുബന്ധമായിട്ട് വന്നിട്ടുള്ള കാര്യം അല്ല ശ്രീജിത്ത്, അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണം, വാക്കാലുള്ള നിരീക്ഷണം. അപ്പോൾ അവിടെ ഒരു കോൺസ്പിരസി ഉണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. അതാണല്ലോ അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്. എല്ലാ ക്രിമിനൽ കേസിലും അതാണല്ലോ. അവിടെ ഒരു കൊട്ടേഷൻ ഉണ്ട്, അവിടെ ഒരു ഗൂഢാലോചനയുണ്ട്. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ല, മറിച്ചൊരു ഗൂഢാലോചനയുണ്ട്, അത് തെളിയിക്കട്ടെ, അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ അത് പരാതി കൊടുക്കണ്ടേ? അങ്ങനെ ഒരു പരാതി ദിലീപിനില്ല. അതിന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുക എന്നാണ് മാധ്യമങ്ങളോടും ദിലീപ് പറഞ്ഞത്. നോക്കൂ, അല്ല, ഞാൻ മോഡറേറ്ററോട് ഒരു കാര്യം പറയാണ്. നോക്കൂ, ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയുണ്ടോ? ഒരു 120B ക്രിമിനൽ കോൺസ്പിറസി, അതും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു കേസിൽ ആ പ്രതി ഹൈക്കോടതിയെ സമീപിച്ചിട്ട് പറയുകയാണ്, എനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി അന്വേഷിക്കണം, അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് കേന്ദ്രത്തിൻ്റെ, അതായത് ഇംപാർഷ്യലായി വളരെ കൃത്യമായുള്ള രീതിയിൽ വളരെ വലിയ സോഴ്സ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന സംവിധാനമാണ് CBI. അവസാന വാക്കാണ് നമ്മുടെ. അപ്പം ആ CBI എൻ്റെ കേസ് അന്വേഷിക്കണം. എന്നെ കുറിച്ച് കേരള പോലീസോ അല്ലെങ്കിൽ ഈ ബി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ കേട്ടുകേൾവിയുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കുറ്റകൃത്യത്തിൽ ആരെങ്കിലും ഒരാൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി തനിക്കെതിരെ അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാം. അർണബ് ഗോസ്വാമിക്കെതിരായ ബാർക്ക് തട്ടിപ്പ് കേസിൽ നോക്കൂ, അർണബ് ഗോസ്വാമിക്കെതിരായ ബാർക്ക് തട്ടിപ്പ് കേസിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തപ്പോൾ അർണാബിന്റെ ആവശ്യം അതായിരുന്നു, മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കരുത്, CBI അന്വേഷിച്ചോട്ടെ എന്നായിരുന്നു. ഒന്നുകൂടെ അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ക്രൈം നടക്കുന്നു, അവിടുത്തെ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ ആ പ്രതി പറയുകയാണ് ഈ സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അർണബ് ഗോസ്വാമിക്കെതിരെ മഹാരാഷ്ട്ര പോലീസ് ബാർക്ക് തട്ടിപ്പ് കേസിൽ കേസെടുത്തപ്പോൾ വേണ്ട, മഹാരാഷ്ട്ര പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്നാണ് അർണബ് ഗോസ്വാമി വാദിച്ചത്. അല്ല, അത് എപ്പോഴാണെന്നേ, അർണബ് ഗോസ്വാമിയുടെയൊക്കെ കേസ് എപ്പോഴാണെന്നേ കോടതിയിൽ വന്നത്? ഇത് 2017 ഫെബ്രുവരി 17 ഞാനൊരു ഉദാഹരണം പറയാണ്. ഒരു പ്രതി എന്തുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ അവിശ്വസിക്കുന്നു, അതായത് രാഷ്ട്രീയ പ്രേരിതമായി ബയസ്ഡ് ആയിട്ട് തനിക്കെതിരെ അന്വേഷണം ഉണ്ടാവുമെന്ന് ഭയക്കുമ്പോൾ ഏജൻസി മാറണമെന്ന് ആവശ്യപ്പെടും, സ്വാഭാവികം. അല്ലല്ലോ ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ശ്രീജിത്തും ബി സന്ധ്യയും മഞ്ജു വാര്യരും രമ്യ നമ്പീശനൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചന സംശയിക്കുന്ന ഒരു പ്രതി സ്വാഭാവികമായിട്ടും ഈ ശ്രീജിത്തും സന്ധ്യയൊക്കെ ആ പോലീസ് സംവിധാനത്തിൻ്റെ, അതായത് അന്വേഷിക്കുന്ന സംവിധാനത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിലനിൽക്കെ, അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് നീതി കിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ ഭാഗം പറയാൻ, അല്ലെങ്കിൽ തൻ്റെ ഭാഗം കേൾക്കില്ല, അല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല കോടതിയിൽ, അല്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് സ്വാഭാവികമായിട്ട് ഒരു പ്രതി ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു റെമഡി എന്ന് പറയുന്നത് അന്വേഷണ ഏജൻസി വിശ്വാസമില്ല, അതുകൊണ്ട് CBI അന്വേഷിക്കണം. അല്ലാതെ ഏറ്റവും ഉന്നതമായ ഒരു ഏജൻസി അന്വേഷിച്ച് സത്യം കണ്ടെത്തണമെന്നുള്ള ആഗ്രഹമല്ലാതെ ഈ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് മറ്റൊരു ഏജൻസിയിലേക്ക് പോകുന്നു, അത്രേ